നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റിന്റെയും ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷന്റെയും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് തന്നത്. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പഠിക്കാൻ പോവുക. നമ്മൾ യൂടെക്ടോയിഡ് പോയിന്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. യൂടെക്ടോയിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ യൂടെക്ടോയിഡ് റിയാക്ഷൻ നടക്കുന്ന പോയിന്റ് ആണ്. അപ്പോൾ യൂടെക്ടോയിഡ് റിയാക്ഷൻ, യൂടെക്ടോയിഡ് സ്റ്റീൽ എന്ന വാക്കുകൾ ഓർത്തിരിക്കുക. യൂടെക്ടോയിഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ 0.8 വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ ഉള്ള സ്റ്റീൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 0.76 വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ. യൂടെക്ടോയിഡ് പോയിന്റിൽ നടക്കുന്ന റിയാക്ഷൻ ഗാമ ഓസ്റ്റനേറ്റ് എന്നുള്ളത് ആൽഫ പ്ലസ് Fe3C ആയിട്ട് മാറും. ഓക്കെ, അപ്പം അതിനെ നമ്മൾ പേർലൈറ്റ് എന്ന് വിളിക്കും. ഓസ്റ്റനേറ്റ് പേർലൈറ്റ് ആയിട്ട് മാറും മറ്റേ പർട്ടിക്കുലർ പോയിന്റ്. അപ്പം പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 727 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് മുകളിൽ ഓസ്റ്റനേറ്റ് സ്റ്റേബിൾ ഓസ്റ്റനേറ്റ് ആണ്. സ്റ്റേബിൾ ഓസ്റ്റനേറ്റ് ആണ്. കുറച്ചേരം മുമ്പ് നമ്മൾ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പുതിയ കുറച്ച് ആൾക്കാർ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. പുതിയ ആൾക്കാർ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാ? ഒന്ന് കോസ് പേർലൈറ്റ് ഉണ്ടാകുന്നു. കോസ് പേർലൈറ്റ് ഉണ്ടാകുന്നു. ദെൻ ഫൈൻ പേർലൈറ്റ് ഉണ്ടാകുന്നു. ദെൻ ബേനൈറ്റ് ഉണ്ടാകുന്നു. ദെൻ ടെമ്പേർഡ് മാർട്ടൻസൈറ്റ് ഉണ്ടാകുന്നു. ഫൈനലി മാർട്ടൻസൈറ്റും ഉണ്ടാകുന്നു. അപ്പം ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ വഴിയാണ്. ഏതൊക്കെ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ വഴിയാണ് ഉണ്ടാകുന്നത്? കോസ് പേർലൈറ്റ് ഉണ്ടാകുന്നത് അനീലിംഗ് എന്ന പ്രോസസ്സ് വഴിയാണ്. ഫൈൻ പേർലൈറ്റ് ഉണ്ടാകുന്നത് നോർമലൈസിംഗ് എന്ന പ്രോസസ്സ് വഴിയാണ്. ബൈനൈറ്റ് ഉണ്ടാകുന്നത് കോസ് ടെമ്പറിംഗ്. ടെമ്പേർഡ് മാർട്ടൻസൈറ്റ് ഉണ്ടാകുന്നത് ടെമ്പറിംഗ് എന്ന പ്രോസസ്സ് വഴിയാണ്. മാർട്ടൻസൈറ്റ് ഉണ്ടാകുന്നത് ക്വഞ്ചിങ് വഴി. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇതെല്ലാം സംഭവിക്കുന്നത് 0.76 വെയിറ്റ് പെർസെൻറ്റേജ് കാർബണിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. വ്യത്യാസം എന്താണ്? വ്യത്യാസം വരുന്നത് എവിടെയാണ്? റേറ്റ് ഓഫ് കൂളിംഗ് അല്ലെങ്കിൽ ടൈം, ഇതിലാണ് വ്യത്യാസം വരുന്നത്. ഈ ടൈം എന്ന് പറഞ്ഞ ആസ്പെക്ട് നമ്മുടെ അയൺ കാർബൺ ഫേസ് ഡയഗ്രത്തിന്റെ അകത്ത് പറയുന്നുണ്ടായില്ല, അല്ലെങ്കിൽ ഫേസ് ഡയഗ്രത്തിൽ ഒരിടത്തും ടൈം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് പറയുന്നില്ല. അതായത് ഇപ്പൊ ടൈം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇക്വിലിബ്രിയം കൂളിംഗ് ആണ് ഫേസ് ഡയഗ്രത്തിലെല്ലാം നടക്കുന്നത്. ഇക്വിലിബ്രിയം കൂളിംഗ്, വളരെ സ്ലോ പ്രോസസ്സിൽ നടക്കുന്ന കൂളിങ്ങിനെയാണ് ഇക്വിലിബ്രിയം കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി ടൈം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു അലോയി എടുക്കുന്നു, അതിനെ നമ്മൾ ഓസ്റ്റനേറ്റിക് ടെമ്പറേച്ചർ 727 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഓസ്റ്റനേറ്റിക് ടെമ്പറേച്ചറിന് മുകളിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഓസ്റ്റനൈറ്റ് ആക്കി മാറ്റുന്നു. ഓസ്റ്റനൈറ്റ് ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിനെ കൂൾ ചെയ്യാണ്. അപ്പം ഓസ്റ്റനൈറ്റ് ആക്കി മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമ്മൾ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുമ്പം 727 ഡിഗ്രി സെൽഷ്യസ് താഴെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പേർലൈറ്റ് ഉണ്ടാവാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്തെ ഒരു ടൈമിന്റെ ഒരു ആസ്പെക്ട് നമ്മളിവിടെ കൊണ്ടുവരാൻ പോവാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ നിർത്തും, അവിടെ സ്റ്റേബിൾ ആക്കി നിർത്തും. അപ്പൊ നമ്മൾ അതിനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആണ് പേർലൈറ്റ് ഉണ്ടാകാൻ തുടങ്ങുന്നത്. ഇത് ടൈം ആണെന്ന് വിചാരിക്കുക. ഈ ആക്സിസിൽ ടൈം, ഈ ആക്സിസിൽ ടെമ്പറേച്ചർ. അപ്പൊ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് പേർലൈറ്റ് ഉണ്ടാകാൻ തുടങ്ങുന്നത്. ഇനി അതേസമയം കംപ്ലീറ്റ് പേർലൈറ്റ് ആയി മാറുന്നത് വേറൊരു ടൈമിലാണ്. മനസ്സിലാവുന്നുണ്ടോ? പേർലൈറ്റ് ഉണ്ടാകാൻ തുടങ്ങുന്നത് ഒരു ടൈമിലും കംപ്ലീറ്റ് പേർലൈറ്റ് ആയി മാറുന്നത് വേറൊരു സമയത്തും.
അപ്പൊ നമ്മൾ അങ്ങനെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് ഓരോ തവണയും അടുത്ത് നമ്മൾ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്തു. അവിടെ പേളായിട്ടായി മാറാനുള്ള സമയവും കംപ്ലീറ്റ് ആയിട്ട് മാറാനുള്ള സമയം നോക്കുന്നു. വീണ്ടും ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്നു, അവിടെയും നമ്മൾ ഇത് തന്നെ നോക്കുന്നു. അപ്പൊ എന്നിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടിങ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യും, ദെൻ ഫൈനൽ എൻഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യും. അപ്പൊ നമുക്കൊരു ഗ്രാഫ് കിട്ടും. നമുക്കൊരു ഗ്രാഫ് ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്കൊരു ഗ്രാഫ് കിട്ടും. അപ്പം ഈ ഒരു ലൈനിൽ കിടക്കുന്നതെല്ലാം പേളൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. ഈ ഒരു ഗ്രാഫിൽ ലൈനിൽ കിടക്കുന്നതെല്ലാം പേളൈറ്റ് ഫോർമേഷൻ ഫിനിഷ് ചെയ്യുന്ന ടൈമാണ്. ഈ ഷേപ്പിൽ ഇരിക്കുന്ന ഗ്രാഫിനെയാണ് ടൈം, ടെമ്പറേച്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോർമാറ്റിൽ ഇരിക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ടൈം, ടെമ്പറേച്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് എങ്ങനെ ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്നുള്ളതും കൂടെ നമുക്ക് പഠിക്കണം. ഇതിന്റെ അകത്ത് എങ്ങനെ ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ നോക്കിക്കേ, നമ്മൾ വീണ്ടും നമ്മളൊരു ഒരു പർട്ടിക്കുലർ അലോയി എടുത്തിട്ട് നമ്മൾ ഓസ്റ്റനൈറ്റിക് ടെമ്പറേച്ചറിന് മുകളിലേക്ക് ഹീറ്റ് ചെയ്യും. എന്നിട്ട് ഏറ്റവും സ്ലോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും വളരെ സ്ലോ ആയിട്ട് നമ്മൾ കൂൾ ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പൊ കൂടുതൽ സമയം എടുക്കും. സ്ലോ കൂളിംഗ് ആണ് ഇവിടെ. സ്ലോ കൂളിംഗ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുക ഫർണസ് കൂളിംഗ് എന്ന് പറയാം. ഫർണസ് കൂളിംഗ്, സ്ലോ കൂളിംഗ് അല്ലെങ്കിൽ ഫർണസ് കൂളിംഗ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്നതാണ് കോസ് പേളൈറ്റ്. ആ പ്രോസസ്സ് അനീലിംഗ് എന്നാണ് പറയുക. ആ പ്രോസസ്സിനെ പറയുന്ന പേര് അനീലിംഗ് എന്നാണ്. ഇനിയിപ്പോ അടുത്തത് നമ്മൾ കുറച്ചുകൂടെ കൂളിങ്ങിന്റെ സ്പീഡ് നമ്മൾ കൂട്ടാൻ പോവാണ്. കുറച്ചുകൂടെ നമ്മൾ സ്പീഡ് കൂട്ടും. കുറച്ചുകൂടെ സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യും, കൂൾ ചെയ്യും. അപ്പൊ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്യുന്നത് എയർ കൂളിംഗ് ആണ്. ആ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എയർ കൂളിംഗ് ആണ്. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് ഫൈൻ പേളൈറ്റ് ആണ്. ആ പ്രോസസ്സിന്റെ പേരാണ് നോർമലൈസിങ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനെ ആദ്യം തുടക്കത്തിൽ പെട്ടെന്ന് അങ്ങ് തണുപ്പിക്കും. കുറച്ച് ഒരു സർട്ടൺ എമൗണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് അങ്ങ് തണുപ്പിക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യും. അപ്പം ശ്രദ്ധിക്കേണ്ടത്, ഈ പർട്ടിക്കുലർ നോസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനെ നോസ് എന്നാ വിളിക്കുക. ആ നോസിന്റെ താഴേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യണം ടെമ്പറേച്ചർ. എന്നിട്ട് നമ്മൾ ആ ടെമ്പറേച്ചറിൽ നമ്മൾ കീപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ബയനൈറ്റ്. ഈ പ്രോസസ്സിനെ പറയുന്ന പേര് പോസ്റ്റ് ടെമ്പറിങ്. അപ്പൊ ഇവിടെ നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മോൾട്ടൺ സോൾട്ട് ബാത്തിലാണ് നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടി മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ, നമ്മൾ ഇതിനെ അങ്ങ് പിടിച്ച് ഏറ്റവും വളരെ വളരെ സ്പീഡിൽ നമ്മൾ കൂൾ ചെയ്യും. വളരെ സ്പീഡിൽ കൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടറാണ്. വെള്ളത്തിനകത്ത് മുക്കും. ഒരു വർക്ക് പീസ് ആണെങ്കിൽ ഓസ്റ്റനൈറ്റിക് ടെമ്പറേച്ചറിന് മുകളിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്തിരിക്കുന്ന വർക്ക് പീസിനെ എടുത്ത് വാട്ടറിലേക്ക് നമ്മൾ ഇടും. വളരെ സ്പീഡായിട്ട് കൂൾ ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനെ ക്വഞ്ചിങ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന്റെ പ്രോഡക്റ്റ് മാർട്ടൻസൈറ്റ് ആണ്. ദെൻ നമ്മൾ വേറൊരു പരിപാടിയും കൂടെ ചെയ്യും. പെട്ടെന്ന് തണുപ്പിച്ച ഈ കഥാപാത്രത്തെ, മാർട്ടൻസൈറ്റിനെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്യും. എന്നിട്ട് ആ ടെമ്പറേച്ചറിൽ നിർത്തിയിട്ട് നമ്മളൊന്ന് കുറച്ചുകൊണ്ട് വരും. അതിനെ നമ്മൾ ടെമ്പറിങ് എന്നാണ് പറയുക. നമുക്ക് കിട്ടുന്നത് ടെമ്പേർഡ് മാർട്ടൻസൈറ്റ് ആണ്. അപ്പൊ ഇതാണ് ടൈം, ടെമ്പറേച്ചർ, ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം. ഇതിന്റെ അകത്ത് ഹീറ്റ് ട്രീറ്റ്മെന്റും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്.
അപ്പൊ ഇത് യൂടെക്ടോയിഡ് പോയിന്റിലെ മാത്രം കാര്യമാണ്. യൂടെക്ടോയിഡ് പോയിന്റിലെ മാത്രം കാര്യമാണ്. അപ്പം ടൈം, ടെമ്പറേച്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം യൂടെക്ടോയിഡ് പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റുകളിലേക്കൊക്കെ മാറുന്ന സമയത്ത് ഷേപ്പ് ചേഞ്ചസ് വരും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കോഴ്സ് പേർലൈറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയലാണ്. കോഴ്സ് പേർലൈറ്റ് ഏറ്റവും ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ. അതേസമയം മാർട്ടൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പൊ കോഴ്സ് പേർലൈറ്റിൽ നിന്നും മാർട്ടൻസൈറ്റിലേക്ക് എത്തുമ്പോൾ ഡക്റ്റിലിറ്റി കുറഞ്ഞു വരും. മാർട്ടൻസൈറ്റിൽ നിന്നും അല്ലെങ്കിൽ കോഴ്സ് പേർലൈറ്റിൽ നിന്നും മാർട്ടൻസൈറ്റിലേക്ക് എത്തുമ്പോൾ ഹാർഡ്നെസ് കൂടി വരും. കോഴ്സ് പേർലൈറ്റിന് കുറവ് ഹാർഡ്നെസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പ്രോപ്പർട്ടി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ചേഞ്ചുകളുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അനീലിംഗ് വഴി കിട്ടുന്ന ഈ കോഴ്സ് പേർലൈറ്റിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും, ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കും. ഇനി ഫൈൻ പേർലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മീഡിയം സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി ആയിരിക്കും. പിന്നെ അങ്ങോട്ട് നമ്മൾ ഹാർഡ്നെസ് കൂടി വരികയാണ്. ഓരോന്നിന്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് ടൈം, ടെമ്പറേച്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ്.